പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റും ടെൻഷനൊന്നുമില്ല. കാര്യം ഇതിൽ എനിക്ക് 1 വർഷമായിട്ട് അറിയാം. പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. അപ്പൊ ഇനി കൂട്ടിനൊരാളുണ്ട്. എക്സൈറ്റ്മെന്റ്സ് ഉണ്ട്. കാര്യം ഞങ്ങൾ ഇനിയും കാനഡയിൽ പോകുമ്പോൾ കുറച്ച് ട്രിപ്സും കാര്യങ്ങളും പിന്നെ ഒരു ലീവ് കിട്ടുവാണെങ്കിൽ പിന്നെ ഓണം ഒരുമിച്ച് ആഘോഷിക്കാം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നാട്ടിൽ വന്നതിൻ്റെ എക്സൈറ്റ്മെന്റ്, പിന്നെ കല്യാണം, അത് വലിയൊരു ഫംഗ്ഷൻ അല്ലേ. സോ എല്ലാം കൂടെ തിരിച്ചു പോണേന്റെ വിഷമം. ഞങ്ങൾക്കൊരു മകനായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ മകന്. അവൻ ഞങ്ങൾക്കുടെ ഒരു മകനേക്കായി ഉപരി ഞങ്ങൾക്ക് എല്ലാ രീതിയിലും വേണ്ടപ്പെട്ടവനായിരിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ദൈവം അതിന് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോ അവന്റെ കല്യാണം എത്തി നിൽക്കുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും വലുതായെന്ന്. എന്താ പറയാ, എന്നും ഇങ്ങനെ ചേച്ചി ചേച്ചിന്ന് വിളിച്ചോണ്ട് പുറകിന് നടന്ന ആളാണ്. ഇതിലൊരു പാവം കുട്ടിയാണ്, പക്ഷെ നല്ല തള്ളാണ് കേട്ടോ. The boys seen it. Let's get ready. എനിക്ക് 11, ഞാനാ Cue the doll. I'm talking about the better scars. Finna make me pay the bill and keep it chillin' from the feeling till we know who we are. Scared of getting bored and jumping into situations. I'm ignoring my part. I'm writing emotional bars. I'll be on the same old tune, one in my heart. Shit. I promise I'm just trying to be awesome. These goals are hella old and I'm trying to cross and white to the top. But I can't get enough of the blow and the dough and the touches and I don't know where to stop. Let the crowd in. ഭയങ്കര ലവബിളായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഏക മകളാണ്. ഞങ്ങൾക്ക് അവളുടെ വിവാഹത്തിൽ അങ്ങേയറ്റം ആഹ്ലാദമുണ്ട്. അതുപോലെ തന്നെ മോൾ ഞങ്ങളെ വിട്ട് വേറൊരു വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്നുള്ള വളരെ ദുഃഖവുമുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത ഡേ എത്തി. മിഥുലിൻ്റെയും കൃഷ്ണയുടെയും മാരേജ്. മിഥുലൻ എന്നല്ല ഞാൻ വിളിക്കുന്നത്, മോനെന്നാണ്. എനിക്ക് കരച്ചിൽ വരുന്നു.